സമാന്തര ലോട്ടറി മാഫിയ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമല്ല മനുഷ്യജീവനും ഭീഷണിയാവുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ 20കാരൻ ജീവനൊടുക്കിയത് ചൂതാട്ട മാഫിയയുടെ ഭീഷണിയെ തുടർന്നെന്ന് പരാതി. താമരശ്ശേരി സ്വദേശി അനന്തുകൃഷ്ണയാണ് തൂങ്ങി മരിച്ചത്. ലോട്ടറി കടയിലെ ജീവനക്കാരനായിരുന്ന അനന്തുവും എഴുത്ത് ലോട്ടറി സംഘവുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ബാധ്യത തീർക്കാത്തതിനെ തുടർന്ന് നിരന്തരം ഭീഷണി നേരിട്ടിരുന്നതായി അനന്തു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നുവെന്നാണ് വിവരം. ഒരു വനിത ഉൾപ്പെടെയുള്ള സംഘമാണ് അനന്തുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുപതുകാരനായ അനന്തുകൃഷ്ണയെ വീട്ടിലെ മുറിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ ജീവിക്കാനാകുന്നില്ല എന്നെഴുതിയ ആത്മഹത്യാക്കുറിപ്പും മുറിയിൽ നിന്ന് കണ്ടെത്തി. കുറച്ചുകാലമായി താമരശ്ശേരിയിലെ ഒരു ലോട്ടറി കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അനന്തു. എഴുത്തു ലോട്ടറി ചൂതാട്ട മാഫിയയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ സംഘം ഭീഷണിപ്പെടുത്തുന്നതായി അനന്തു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. തുടർച്ചയായുള്ള ഭീഷണി കാരണം ഇയാൾക്ക് കുറച്ചു ദിവസം മുമ്പ് നാടുവിട്ടു പോവേണ്ടി വന്നിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ഇതിന് പിന്നാലെയാണ് ആത്മഹത്യ. ഇപ്പോൾ താമരശ്ശേരി വ്യാപകമായിട്ട് ഈ ലോട്ടറി എഴുത്താണ്. സർക്കാരിൻ്റെ ലോട്ടറി അവിടെ നിയമപരമായിട്ട് വിൽപ്പന നടക്കുന്നില്ല. കംപ്ലീറ്റ് എന്താണ് വലിയൊരു മൊബൈൽ, ഒരു ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ആ ആപ്പ് ഉപയോഗിച്ച മൊബൈൽ, ഇവൻ്റെ അടുത്തുള്ള മൊബൈലൊക്കെ ഇവർ വന്നിട്ട് ബലമായി പിടിച്ച് വീട്ടിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ മിസ്സിങ്ങുമാണ്. അപ്പോൾ പോലീസ് ഇത് എന്താകണം കൃത്യമായിട്ട് അന്വേഷിച്ച് ഇതിനകത്ത് എന്താണെന്നുള്ളത് പൊതുജനത്തിന് അറിയാം. അതുപോലെ തന്നെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരം ഈ കാര്യങ്ങൾ നടക്കുന്നത് പോലീസ് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പറയാം. ആത്മഹത്യ അല്ലാതെ തന്റെ മുന്നിൽ മറ്റു വഴികൾ ഇല്ല എന്ന് അനന്തു പറഞ്ഞിരുന്നുവെന്നും സുഹൃത്തുക്കൾ വ്യക്തമാക്കി. യുവാവിന്റെ ഫോൺ കണ്ടെത്താനായിട്ടില്ല. കുടുംബം നൽകിയ പരാതിയിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരു വനിത ഉൾപ്പെടെയുള്ള സംഘമാണ് അനന്തുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. താമരശ്ശേരി ഭാഗത്ത് സമാന്തര ലോട്ടറി മാഫിയ തഴച്ചു വളരുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി പേരാണ് തട്ടിപ്പിന് ഇരകളാകുന്നത്. ന്യൂസ് 18 താമരശ്ശേരി.